എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. അയിൻകാരൻ. മംഗളവാർത്തയറിഞ്ഞ മറിയം തിടുക്കത്തിൽ യാത്രയായി തൻ്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്തിന്റെ അടുത്തേക്ക്. അത് യൂദയായിലൊരു മലമ്പ്രദേശത്തേക്കായിരുന്നു. ഈ നാടിന് പാരമ്പര്യം കണ്ടെത്തിയതാണ് അയിൻകാരം എന്നുള്ള ദേശം. 530 തെയോഡോഷ്യസിന്റെ സാക്ഷ്യത്തിൽ പറയുക, ജെറുസലേമിന് ഏകദേശം 5 മൈൽ ദൂരെ എലിസബത്തിന്റെ വീട് അയിൻകാരമിൽ. 7-8 നൂറ്റാണ്ടുകളിലെ ജെറുസലേമിലെ ആരാധനക്രമ കലണ്ടറിലും എലിസബത്തിന്റെ വീട് അയിൻകാരമിലാണെന്ന് സാക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, പുരോഹിത കുടുംബങ്ങൾ ദേവാലയത്തിൽ തവണയനുസരിച്ച് ശുശ്രൂഷ ചെയ്യാനുള്ളതിനാൽ ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത്. ജെറുസലേമിന്റെ തെക്ക് പടിഞ്ഞാറ് 7 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണിത്. ബ്രോൺസ് ഏജിലും അയേൺ ഏജിലും ഒക്കെ ഇവിടെ യഹൂദ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഴയ നിയമം സാക്ഷിക്കുന്നു. ജോഷുവയുടെ പുസ്തകത്തിലും ജെറമിയായുടെ പുസ്തകത്തിലും നെഹമ്യായുടെ പുസ്തകത്തിലൊക്കെ കേരം ഹക്കേരം എന്നുള്ള ഗ്രാമം യൂദയായുടെ ഗോത്രത്തിന്റെ സ്ഥലങ്ങളിൽപ്പെടുന്ന ഗ്രാമം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2ാം ടെമ്പിൾ കാലഘട്ടത്തിൽ ദേവാലയം നിർമ്മിക്കാനുള്ള കല്ലുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മിത്സ്വെ, യഹൂദരുടെ ശുദ്ധീകരണ കുളങ്ങള്, ജലശേഖരണികള്, ഡെഡ് സീ സ്ക്രോൾസിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോപ്പർ സ്ക്രോളിലും ഈ ജലശേഖരണിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീടുള്ള കാലഘട്ടം, കർത്താവിന്റെ കാലഘട്ടം വരുന്നത് വരെയും അവിടെ യഹൂദരുണ്ടായിരുന്നു. യോഹന്നാൻ ജനിച്ച സ്ഥലം എലിസബത്തിന്റെ നാട്. ക്രൈസ്തവ കാലഘട്ടത്തിൽ അത് ക്രൈസ്തവരുടെ കേന്ദ്രമായി മാറുന്നു. ബൈസന്റൈൻ കാലഘട്ടത്തിൽ അവിടെ ദേവാലയങ്ങൾ ഉയരുന്നു. 7-ാം നൂറ്റാണ്ടിന് ശേഷം അറബികൾ കടന്നു വരുമ്പോൾ പതുക്കെ പതുക്കെ അവരവിടെ കുടിയേറുന്നു. കുരിശുദ്ധ കാലഘട്ടത്തിലുള്ള പുനർനിർമ്മാണത്തിന് ശേഷം പിന്നീട് മമ്മലൂക്കുകളുടെ കാലഘട്ടത്തിലും ഓട്ടോമൻ എംപയറിന്റെ കാലഘട്ടത്തിലുമൊക്കെ അവിടെ മുസ്ലിം സെന്റർ ആയിട്ടാണ് അത് വളരുക. 1948 അറബ് ഇസ്രായേൽ വാറിലാണ് അവിടെ നിന്നുള്ളവരെല്ലാം പുറന്തള്ളപ്പെടുന്നത്. പിന്നീട് ഇസ്രായേൽ സ്റ്റേറ്റ് പുനരുദ്ധരിക്കുമ്പോൾ അറബി ദേശങ്ങളിൽ നിന്നുള്ള, ഇറാഖിൽ നിന്ന്, ഒമാനിൽ നിന്ന്, ഈജിപ്തിൽ നിന്നൊക്കെയുള്ള യഹൂദരെയാണ് അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക. ഇന്ന് ഇത് വളരെ സുന്ദരമായിട്ടുള്ള കലാകാരന്മാർ തിങ്ങിപ്പാർക്കുന്ന ബൊഹേമിയൻ പ്രാന്തപ്രദേശമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന, ഒത്തിരി യുവാക്കൾ ഓടിയെത്തുന്ന ഒരു ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമം. തീർത്ഥാടകർക്കും ഇത് വലിയൊരു പുണ്യസ്ഥലമാണ്. ഇതിന്റെ പേര് സൂചിപ്പിക്കുക അയിൻ കേരം എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടത്തിലെ ഉറവ. ഇന്നും നമ്മളവിടെ ചെല്ലുമ്പോൾ തട്ടുതട്ടായിട്ടുള്ള ഭൂമി അയണേജ് മുതൽ കൃഷിസ്ഥലമായിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഈ 2 കുന്നുകൾക്കിടയിൽ ഒരു ഉറവയുണ്ട്. ഇന്നതൊരു മോസ്കാണ്. മോസ്കിന്റെ പുറത്തേക്ക് ഉറവ വെച്ചിട്ടുണ്ട്. ഇതിനെ അവർ വിളിക്കുന്നത് ഐൻ സിത്തി മീറിയാം എന്നാണ്. മേരി സ്പ്രിംഗ്, മാതാവിന്റെ ഉറവ, ഈ നഗരത്തെ മുഴുവൻ സമ്പന്നമാക്കുന്ന ഉറവ. ഊഷരമായ ഒരു മലമ്പ്രദേശത്തെ ഊഷ്മളമായ ജലസ്രോതസ്സിന്റെ നാടാക്കി മാറ്റിയത്, വന്തിയെന്ന് ആക്ഷേപിച്ചിരുന്നവളെ വന്നിയാക്കി മാറ്റിയ നാട്. ഇല്ലായ്മകളിൽ പരാതിപ്പെടാതെ ഉള്ളവയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവന്റെ സമൃദ്ധമായ സ്രോതസ്സാക്കി മാറ്റുവാൻ ഈ നാട് നമ്മെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.